6. വേണുരന്ധ്രതരളാങ്കുലീതളം താളസഞ്ചലിതപാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാഃ. വേണുരന്ധ്രതരളാങ്കുലീതളം താളസഞ്ചലിതപാദപല്ലവം തസ്ഥിതം തവ പരോക്ഷമപ്യഹോ സംവിചിന്യ മുമുഹുർവ്രജാംഗനാഃ. ആദ്യം വേണുനാഥം മുഴക്കിയെന്ന് പറഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നിന്നത്? ആ 2 കാലും പിണച്ചു വെച്ചിട്ട് വേണുരന്ധ്രതരളാങ്കുലീതളം, ആ വേണുവിലുള്ളതായ ആ ഓട്ടകൾ, രന്ധ്രങ്ങൾ, അതിൽ തൻ്റെ അങ്കുലികൾ അങ്ങനെ ചലിക്കുക. ഇതാണല്ലോ വായിക്കൽ, വേണുവിൽ വായിക്കൽ. ആ വായിക്കുന്നതിനനുസരിച്ച് താളസഞ്ചലിത പാദപല്ലവം, ആ പാദം കൊണ്ട് താളം പിടിച്ചുകൊണ്ട്, മനോഹരമായി താളം പിടിച്ചുകൊണ്ട്. എങ്ങനെയുള്ള പാദങ്ങൾ? പാദപല്ലവം, തളിര് പോലെ മനോഹരങ്ങളായ, അംബുജം പോലെ മൃദുവായ, അംബുജം പോലെ ഒട്ടലില്ലാത്തതായ ആ പാദങ്ങൾ. എപ്പോൾ അംബുജത്തിന് ഇതാവുമ്പോഴും അത് നമ്മൾ നോക്കണം. ഏറ്റവും വലുതായ ഗുണം ഒട്ടലില്ലായ്മ. ഒന്നിനോടും ഒട്ടലില്ലാതെ ജീവിക്കൂ. ഒട്ടലാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ആസക്തി, ശക്തി, ഒട്ടൽ, അറ്റാച്ച്മെൻറ്റ്. ഇംഗ്ലീഷ് പറയുമ്പോൾ പല ആൾക്കാർക്കും അത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അറ്റാച്ച്മെൻറ്റ് ഇല്ലാതെ ജീവിക്കൂ. അതിൻ്റെ അർത്ഥം സ്നേഹിക്കേണ്ട എന്നല്ല, എല്ലാവരെയും സ്നേഹിക്കൂ, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കൂ. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. എല്ലാവരെയും സ്നേഹിക്കൂ, പക്ഷെ ഒന്നിനോടും ഒട്ടലില്ല. ഏത് കാലം വരെ എനിക്ക് ആ വ്യക്തിയോടോ അല്ലെങ്കിൽ ആ വസ്തുവിനോടോ ബന്ധം പുലർത്താൻ സാധിക്കുന്നുവോ ഭഗവാന്റെ അനുഗ്രഹം. അത്ര കാലം ആ അനുഭവം, ആ ആനന്ദം അനുഭവിച്ചുകൊള്ളൂ. പോകുന്ന സമയത്ത് ദുഃഖിക്കാതിരിക്കൂ. വരുമ്പോൾ സന്തോഷിക്കാനും പോകണ്ട, പോകുമ്പോൾ ദുഃഖിക്കാനും പോകണ്ട. അതും ഡോക്ടർ ഉള്ളീഷൻജി ഇന്നലെ മനോഹരമായിട്ട് പറഞ്ഞു. ആ ഉള്ള കാലത്ത് അത്ര കാലമാണ് നമുക്ക് വിധിച്ചിട്ടുള്ളത്. താളസഞ്ചലിത പാദപല്ലവം, അങ്ങനെ ആ വിരലുകൾ ആ ഓടക്കുഴലിൻ്റെ രന്ധ്രങ്ങളിൽ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ പാദം കൊണ്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തത്സ്ഥിതം, ആ നിൽപ്പ്, ആ മനോഹരമായ നിൽപ്പ്. പരോക്ഷമവി, ആ ഗോപികൾക്ക് അത് കാണാൻ വയ്യപ്പോൾ, പ്രത്യക്ഷമല്ല. പരോക്ഷം പ്രത്യക്ഷമല്ലാത്തത് അവർക്ക് കാണാൻ വയ്യ. പക്ഷേ സംവിചിന്യ, ഇങ്ങനെ ആയിരിക്കും ഇവിടെ നിന്നിരിക്കണേ എന്ന് രാധ ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവാം. സംവിചിന്യ, എപ്പോൾ രാധ അങ്ങനെ പറഞ്ഞുവോ മുമുഹുർവ്രജാംഗനാഃ, ആ വ്രജസുന്ദരിമാർ എല്ലാവരും വല്ലാതെ മോഹിച്ചു. നമുക്ക് ആ നിൽപ്പൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ, നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളതായ ചിന്ത അവർ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടായി. 7. നിർവിശങ്കഭവതംഗദർശിനി ഖേചരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദ പ്രണയികാനനം ചതാ ധന്യധന്യമിതി നന്വമാനയൻ. നിർവിശങ്കഭവതംഗദർശിനി കേചരീ ഖഗമൃഗാൻ പശൂനപി ത്വത്പദ പ്രണയികാനനം ചതാ ധന്യധന്യമിതി നന്വമാനയൻ. ആ ഖേചരികൾ, ഗന്ധർവ സ്ത്രീകൾ, വിദ്യാധരി സ്ത്രീകൾ മുതലായവർ ആകാശത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരികളായി ഈ ഭഗവാന്റെ മനോഹര രൂപം നോക്കിക്കൊണ്ടിരിക്കണു. നിർവിശങ്കം, ഒരു മടിയും കൂടാണ്ട്. അയ്യോ അവർ നോക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയില്ല, ആരും അവരെ കാണുന്നില്ല. അങ്ങനെ ഭഗവാന്റെ അംഗദർശിനീഹി, ആ അവയവത്തിലെ ഓരോ അവയവത്തെയും, ആ ശരീരത്തിലെ ഓരോ അവയവത്തെയും നോക്കിക്കൊണ്ട് ഖേജരീഹി, ആരൊക്കെയാണ്? ആ ആകാശത്തിൽ ചരിക്കുന്നതായ സൂക്ഷ്മ ശരീരികളായ ആ വിദ്യാധരി ഗന്ധർവ സ്ത്രീകൾ. പിന്നെയോ ഖഗമൃഗാൻ, ആ പക്ഷികൾ, ആ മാനുകൾ, പശൂനപി, ഇവരുടെ കൂടെ വന്ന പശുക്കൾ, മൃഗങ്ങൾ,
അല്ലാതെ കൊണ്ടുള്ളതായ വന്യമൃഗങ്ങളുണ്ടെങ്കിൽ അത് എല്ലാം. പിന്നെയോ ത്വൽപദ പ്രണയികാനനം ചതാഹ, ത്വൽപദ പ്രണയി, ഭഗവാന്റെ ആ പാദത്തിനോട് എന്തെന്നില്ലാത്തൊരു പ്രണയം. ആ പാദം എൻ്റെ മുകൾ ഭാഗത്ത് വന്ന് തട്ടണം, എനിക്ക് ആനന്ദം അനുഭവിക്കണം എന്ന് വിചാരിക്കുന്ന ആ കാട്, ആ കാട്ടിലെ ഓരോ പുല്ലും, ആ ഭഗവാന്റെ പാദസ്പർശനത്തിന് വേണ്ടി കൊതിക്കുന്ന ഓരോ പുല്ലും താഹ ധന്യധന്യമിതി, അവര് ആ ഗോപികൾ ഇവർ കാണുന്നതല്ല, അത് അവർ മനസ്സിൽ വിചാരിക്കുകയാണ്. ഈ ഖേജരികൾ ഈ വിധത്തിൽ ഭഗവാനെ നോക്കി ആനന്ദിക്കുന്നുണ്ട്. അതുപോലെ പക്ഷികൾ, അതുപോലെ പശുക്കൾ, അതുപോലെ മാനുകൾ, അവരെല്ലാവരും ആനന്ദിക്കണു. നമുക്ക് ആ ഭാഗ്യമില്ലല്ലോ. അവർ ഭാഗ്യവാന്മാരാണ്, സംശയമില്ല. നോക്കുക, അസൂയില്ല അവർക്ക്. ഞങ്ങൾക്കത് സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച അസൂയയില്ല. അവർ ഭാഗ്യം ചെയ്തവരാണ്. ധന്യധന്യം, അവരുടെ എല്ലാവരുടെയും ജീവിതം ധന്യമാണ്. ഇങ്ങനെ ആയിരിക്കണം നമ്മളും. നമ്മളിൽ വെച്ച് മീതെയുള്ളവർ, അത് എന്തുകൊണ്ടും ആവാം. സൗന്ദര്യം കൊണ്ടാവാം, വിദ്യ കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, പദങ്ങൾ കൊണ്ട്, കുലമഹിമ കൊണ്ട്, പ്രശസ്തി കൊണ്ട്. അപ്പോൾ ഒക്കെ നമ്മൾ ധന്യധന്യം. അവരെന്തോ പൂർവ്വജന്മത്തിൽ പുണ്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർക്കത് സാധിച്ചത് എന്ന് മനസ്സിലാക്കി അല്പം പോലും അസൂയയില്ലാതെ കണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഗോപിമാരെ കണ്ടു പഠിക്കണം. ധന്യധന്യമിതി, അവരെല്ലാവരും ധന്യകളാണ്, അവരുടെ ജീവിതം ധന്യധന്യമാണ് എന്ന് അമാനയൻ അതിനെപ്പറ്റി ചിന്തിച്ച് അവരെ ബഹുമാനിച്ചു, ആദരിച്ചു, അവരെ വണങ്ങി എന്ന് വേണം നമ്മൾ പറയാൻ. അടുത്തത് ഇടയ്ക്ക് ഒരു ഇൻ്റർവെൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവരുടെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഒരു ഇൻ്റർവെൽ പോലെ വന്നപ്പോൾ ഒരു തോഴി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തോഴിയെ വിളിച്ചിട്ട് പറയാണ്, എടീ തോഴി, ആഭിപേയമധരാമൃതം കഥാ, ഈ ഉണ്ണിയുടെ ആ അധരത്തിൽ നിന്നുള്ളായ അമൃത് എന്നാ എനിക്കൊന്ന് കുടിക്കാൻ പറ്റുക? ഇപ്പം ആരാ കുടിച്ചുകൊണ്ടിരിക്കുന്നത്? വേണുഭുക്തരസം. അവൻ കുടിച്ചോട്ടെ, എനിക്കതിൽ അസൂയൊന്നുമില്ല. ഈ വേണു എന്ന് പറയുന്നത് എന്താണ്? ഒരു മുളങ്കമ്പ്, ഒരു ഉണക്കക്കമ്പ്. അവന് ഭാഗ്യം നോക്കുക, അത്ര പുണ്യം അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവനിപ്പോൾ അങ്ങനെ ഒരു വേണുവായിട്ട് വരാൻ സാധിച്ചത്. അവൻ കുടിച്ചോട്ടെ, അതിന് ശേഷം അവൻ കുടിച്ചതിൻ്റെ ബാക്കി ഏകദാ, ഒരിക്കലും എനിക്ക് കുടിക്കാൻ പറ്റുമോടി തോഴി എന്ന് പറഞ്ഞപ്പോൾ മറ്റേവൾക്ക് ദേഷ്യം വന്നു. മിണ്ടാണ്ടിരിക്കുക വേണേ. ദൂരതോപത, നിൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ, ദുരാശയ, അത്യാഗ്രഹമാണ്. ഇങ്ങനത്തെ ആഗ്രഹമൊന്നും വെക്കണ്ട, അതിനെക്കുറിച്ച് നീയെ ചിന്തിക്കേ വേണ്ട. നമ്മൾ പറയില്ലേ, മുളയിൽ തന്നെ നുള്ളിക്കളയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടു. എന്താണ് കാരണം? ഈ കുട്ടി ആരാണ്? രാജാവിൻ്റെ പുത്രനാണ്. നീ ആരാണ്? മോര് വേണോ പാല് വേണോ എന്ന് പറഞ്ഞ് വിളിച്ച് നടക്കുന്ന ഇടയപ്പെണ്ണാണ്. അപ്പോൾ വേണ്ടാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ വെക്കണ്ട എന്നെപ്പോൾ പറഞ്ഞുവോ അവൾ അത്യം ആകുല, വളരെ ആകുലായി. ഒരു സ്ത്രീ മാത്രമല്ല, അനേകം പേരുണ്ട് എന്ന് വേണം വിചാരിക്കാൻ. അവരെല്ലാവരും ആകുലകളായി. ഇമാഹ സമാമുഖൻ, അവരെല്ലാതും വല്ലാതെ മോഹിച്ചു പോയി. സാധിക്കൂടി, എന്തെങ്കിലും ഒന്ന് സാധിക്കുമെന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇല്ല, അവളുള്ള കാര്യം തുറന്നു പറഞ്ഞു. നിനക്ക് സാധിക്കാത്ത കാര്യമാണ്, സാധിക്കാത്ത കാര്യത്തിനെക്കുറിച്ച് ആഗ്രഹിക്കേണ്ട എന്ന് പറയാണ്. നമ്മളും അതുപോലെ തന്നെ കൊക്കിൽ കൊള്ളുന്നതേ കൊത്താവൂ, അത് നമ്മളെപ്പോഴും നോക്കണം. അതുകൊണ്ട് നിനക്ക് സാധിക്കാത്ത കാര്യമാണിത്, അതുകൊണ്ട് ആ ആഗ്രഹമുണ്ടല്ലോ അത് ദുരാഗ്രഹമാണ്, അത് ഇപ്പം തന്നെ മനസ്സിൽ അങ്ങോട്ട് പെറിച്ച് കളയേ എന്ന് പറയുണ്ടായി. 9 പ്രത്യഹം ച പുനരിത്തമംഗനാഃ ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. പ്രത്യഹം ച പുനരിത്തമംഗനാഃ ചിത്തയോനിജനിതാദനുഗ്രഹാത് ബദ്ധരാഗവിവശസ്ത്വയി പ്രഭോ നിത്യമാപുരിഹ കൃത്യമൂഢതാം. ഇത്തം അങ്കനാഹ,
ഇപ്രകാരം ആ ഗോപസ്ത്രീകൾ ചിത്തയോനി ജനിതാത് അനുഗ്രഹാൽ, ചിത്തം യോനിയായിട്ടുള്ളവൻ കാമദേവൻ, അവൻ്റെ ഉത്ഭവസ്ഥാനം നമ്മുടെ ചിത്തമാണ്. ആ ചിത്ത യോനിൻ്റെ അവനിൽ നിന്ന് ഉണ്ടായതാണ് ഈ കാമം. ചിത്തയോനി ജനിതാത്, ആ ഹൃദയത്തിൽ കാമദേവൻ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കാമമുണ്ടാകുന്നു. തദനുഗ്രഹാൽ, അതിൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പം കാമദേവൻ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നുകൊണ്ടും അവൻ കാമപീഡ ഉണ്ടാക്കിയത് കൊണ്ടും ഇവർക്ക് ഗുണമായി എന്നാ പറയണത്. ഈ ഗോപികൾക്ക് ഗുണമായി. ബദ്ധരാഗവിവശാഹ, ആ ഉണ്ണിയിൽ ചെറുപ്പം മുതൽ തന്നെ, ഇത് ഓർമ്മ വേണം, ആ ഉണ്ണി തൊട്ടിൽ കിടക്കുന്ന കാലം മുതൽ ഈ പ്രേമമുണ്ട് അവർക്ക്. അല്ലാണ്ട് വലുതായപ്പോഴല്ല, തൊട്ടിൽ കിടക്കുന്ന കാലം മുഴുവൻ ആ ഉണ്ണിയിൽ ഒരു അനുരാഗമുണ്ടായിരിക്കണം. ബദ്ധരാഗവിവശാഹ, അത്യന്തം വിവശകളായി. നിത്യമാപുരിഹ കൃത്യമൂഢതാം, കൃത്യമൂഢത എന്താണ് ചെയ്യേണ്ടത്, ഇതി കർത്തവ്യതാ മൂഢരായി എന്ന് നമ്മൾ പറയും. എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ കണ്ടാവുക ഒരവസ്ഥ. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതം ധന്യമാവുള്ളൂ. പക്ഷെ അവർക്ക് ഈ വിധത്തിൽ ആ ഭഗവാനുമായിട്ടുള്ളതായ ആ അനുരാഗം മൂലം ചെയ്യേണ്ടതെല്ലാം അവർ മറന്നു. ആ മാതാപിതാക്കളെ നോക്കുന്നതോ അല്ലെങ്കിൽ ഭർത്താവിനെ നോക്കുന്നതോ ഗൃഹത്തിനെ വേണ്ട വിധത്തിൽ പരിപാലിക്കുന്നതോ ഒക്കെ അവർക്ക് മറന്നു. എന്തുകൊണ്ട്? അവരുടെ മനസ്സ് ഈ ഭഗവാനിൽ തന്നെ. അത് ഭഗവാനിലായതുകൊണ്ട് അവർക്ക് ദോഷമുണ്ടായില്ല. അതാണ് ഇനിയിപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ബദ്ധരാഗവിവശാഹ, നമ്മളെ സംബന്ധിച്ചിപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. ഒരിക്കലും ഇതികർത്തവ്യത മൂഢന്മാരാവാൻ പാടില്ല. എന്താണ് അടുത്ത് ചെയ്യേണ്ടത് എന്ന് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ അതനുസരിച്ച് നമ്മൾ പെരുമാറണം. ഇവരെ സംബന്ധിച്ച് ഇവർ സമാധി അവസ്ഥയിലായി എന്നർത്ഥം. എപ്രകാരം ഋഷീശ്വരന്മാർ സമാധി അവസ്ഥയെ പ്രാപിക്കുന്നുവോ അതുപോലെ ഒരവസ്ഥയിലാണ് ഈ ഗോപികളെല്ലാവരും എത്തിച്ചേർന്നത്. എപ്പോ? പ്രത്യഹം, ദിവസേന, നിത്യം, വീണ്ടും വീണ്ടും ആ വാക്ക് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു. ദിവസേന അവരവസ്ഥയിലാണ്. എന്തുകൊണ്ട്? മനസ്സ് പൂർണ്ണമായിട്ടും ഭഗവാനിലെത്തി. നാം ആദ്യം തുടക്കത്തിൽ പറയുണ്ടായി, നമ്മളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഘടകം ബുദ്ധിയാണ്. അന്ധക്കരണത്തിൻ്റെ ഒരു ഭാഗമാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഈ നാലിനും കൂടിയാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. നാലും വൃത്തികളാണെന്നാണ് ആചാര്യന്മാർ പറയുക. ഓരോ വൃത്തികളാണ്. മനോവൃത്തി, ബുദ്ധിവൃത്തി, ചിത്തവൃത്തി, അഹങ്കാരവൃത്തി, വൃത്തികളാണ്. അത് ഈ ഉള്ളിയുടെ തൊലി കളയുന്ന പോലെയാണ്. എല്ലാം കളഞ്ഞാലോ ഒന്നുമില്ല, എല്ലാം കളയൂ. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. അപ്പോൾ ഓരോ വൃത്തിയും ഉണ്ടാവുന്നത്, അത് ഉണ്ടായി ആ വൃത്തി സംശയരൂപത്തിലിരിക്കുമ്പോൾ അന്ധകരണത്തിൻ്റെ പേര് മനസ്സ്. അന്ധകരണം എന്ന് പറയുന്നത് ഒന്നാണ്, രണ്ടല്ല, ഒറ്റ ഒന്നേ ഉള്ളൂ. അന്ധകരണം ഒന്ന്. ആ അന്ധകരണത്തിൽ ഒരു സങ്കല്പമുണ്ടായി, അതാണ് വൃത്തി. ആ സങ്കല്പം ഇപ്പം സംശയത്തിൻ്റെ രൂപത്തിലിരിക്കണു, അപ്പം അന്ധകരണത്തിൻ്റെ പേര് മനസ്സ്. പിന്നെ ആ സംശയം മാറി നിശ്ചയത്തിലായി, അപ്പോൾ അന്ധകരണത്തിൻ്റെ പേര് ബുദ്ധി. പിന്നെ നമുക്കൊരനുഭവം ഉണ്ടായി, അത് നമ്മൾ അവിടെ തന്നെ ചിത്തം എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് അതിനെ സ്റ്റോർ ചെയ്ത്. അത് ചിലപ്പോൾ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവിടുന്ന് എടുക്കണത്. അത് എടുക്കുന്നു. അപ്പോഴാണ് ചിത്തവൃത്തി ഉപയോഗിക്കുന്നത്. ചിത്തവൃത്തി അതിനെ ബുദ്ധിയിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണത് നമുക്ക് അനുഭവമാവുന്നത്. അപ്പോൾ ചിത്തം, ചിത്തവൃത്തി. അപ്പോൾ എപ്പോൾ നമ്മൾ പഴയതിനെ ഓർമ്മിക്കുന്നുവോ നമ്മുടെ അന്ധകരണത്തിൻ്റെ പേര് ചിത്തം. ഇത് മൂന്നിലും ഒരാളിരുന്ന് ഞാൻ സംശയിക്കണു അല്ലെങ്കിൽ സങ്കല്പിക്കണു, അഹങ്കാരം. ഞാൻ നിശ്ചയിക്കുന്നു, അഹങ്കാരം. ഞാൻ ഓർമ്മിക്കുന്നു, അഹങ്കാരം.
മൂന്നിലും ഇരിക്കുന്ന ആളാണ് അഹങ്കാരം. ആ നാലും കൂടി ചേർന്നതാണ് അന്ധക്കരണം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, നാലും കൂടി ചേർന്നത്. ഇവരെ സംബന്ധിച്ചോ നാല് വേറെ ഇല്ല. അവരുടെ മനസ്സ് എപ്പോഴും ഈ ഭഗവാനിൽ മാത്രം. ആരാ ഭഗവാൻ? ആത്മാവ്. എപ്പോഴാ അവസ്ഥയിലെത്തുക? സമാധി അവസ്ഥയിൽ മാത്രമേ അത് എത്തുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വിഷയങ്ങളിലേക്ക് പോകുന്ന ആ ഇന്ദ്രിയങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്ന മനസ്സ്. അങ്ങനെ ആ കൊണ്ടുവന്ന ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി ഉറപ്പ് വന്ന ബുദ്ധിയിൽ പോയിരിക്കണു. എന്താ ഉറപ്പ്? ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യം. ഋഷീശ്വരന്മാരുടെ കാര്യമാണ് പറയണത്. ഈശ്വര സാക്ഷാത്കാരമാണ് എൻ്റെ ലക്ഷ്യമെന്ന് ഉറപ്പ് വന്ന. അപ്പോൾ എന്താ ഈ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാവരും എവിടെ പോയിരിക്കണു? ആത്മാവിൽ. ആത്മാവ് എവിടെ ഇരിക്കുന്നു എന്നാണ് സങ്കല്പം? ഹൃദയാകാശഗുഹ. ഹൃദയാകാശഗുഹ ഹൃദയത്തിലിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഉപനിഷത്ത് പറയുന്നു ഹൃദയം ഇതി ഹൃദയം. ഹൃദയത്തിലാണ് ഇവനിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഹൃദയം എന്ന് പേര് വന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കണു. ആ ഹൃദയത്തിൽ ഇത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ദ്രിയ മനോബുദ്ധികൾ എപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൽ തന്നെ വന്നിരിക്കണോ നമ്മൾ രക്ഷപ്പെട്ടു. നമ്മളെല്ലാവരും സമാധിയിലാണ്. ആ അവസ്ഥയിലാണ് ഒരു പ്രയത്നവുമില്ലാതെ ഈ ഗോപികളെത്തിയത്. എങ്ങനെ? ഭക്തി കൊണ്ട്, ആ ഉണ്ണിയിലുള്ള അനുരാഗം കൊണ്ട്. അപ്പോൾ ആ ഉണ്ണിയിലുള്ള അനുരാഗം അവർക്ക് ഗുണത്തെ ചെയ്തു. എത്രത്തോളം ഗുണത്തെ ചെയ്തു? 10. രാഗസാവജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യത്നദസ്യാന്നവാസ്യാത് താസാം തേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. രാഗസാവജായതേ ഹി സ്വഭാവാത് മോക്ഷോപായോ യത്നദസ്യാന്നവാസ്യാത് താസാം തേകം തദ്വയം ലബ്ധമാസീത് ഭാഗ്യം ഭാഗ്യം പാഹി മാം മാരുതേശ. രാഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു വസ്തുവിലുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രേമം, അതാണ് രാഗം. അപ്പോൾ ഒരു പുരുഷന് സ്ത്രീയിലോ അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷനോ വരുമ്പോൾ അനുരാഗം എന്ന് നമ്മൾ പറയാറുണ്ട്. ആ രാഗം സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. അതെല്ലാവരുടെ മനസ്സിലും ഉണ്ടെന്നാണ് പറയണത്. ഏതെങ്കിലും ഒരു നല്ല വസ്തുവിനെ കാണുമ്പോൾ അതിലൊരു സ്നേഹമുണ്ടാവുക. അത് ഈശ്വരവിശ്വാസികളാണെങ്കിലോ ചോദിക്കുക വേണ്ട. അപ്പോൾ ഈശ്വരൻ്റെ രൂപത്തിനെ കാണുന്നുവോ, ആ ഈശ്വരൻ്റെ രൂപത്തിൽ നമുക്കൊരു രാഗമുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഇനി ഈശ്വര വിശ്വാസമില്ലാത്ത ആളാണെങ്കിലും നിരീശ്വരവാദികൾ, യുക്തിവാദികൾ എന്ന് പറയുമവർ, അവർക്ക് നല്ലൊരു വസ്തുവിനെ കാണിച്ചു കൊടുത്തു നോക്കൂ. നമ്മളെപ്പോഴും പറയാറില്ലേ, റോസാപ്പൂവ്, നല്ലൊരു റോസാപ്പൂവിനെ കാണിച്ചു കൊടുത്തു, ഹായ്, മുഖം അങ്ങോട്ട് വികസിക്കും. മുഖം വികസിച്ചതിൻ്റെ അർത്ഥം എന്താണ്? മനസ്സ് വികസിച്ചു. മനസ്സ് വികസിക്കുമ്പോഴേ മുഖം വികസിക്കൂ. അപ്പോൾ അവർക്കും രാഗമുണ്ടായി, ആ വസ്തുവിൽ രാഗമുണ്ടായി. പക്ഷേ ഈശ്വരവിശ്വാസികൾ അതിൻ്റെ ഒരു പടി അപ്പുറത്തായിരിക്കണത്. ഏതൊരുവനാണ് ആ ശ്രേഷ്ഠമായ വസ്തുവിനെ സൃഷ്ടിച്ചത്, അവനെ കാണാനുള്ളതായ ജ്ഞാനചക്ഷുസുണ്ട് ഈശ്വരവിശ്വാസികൾക്ക്. കണ്ടിട്ടില്ല, പക്ഷേ കാണാൻ ഉണ്ട് എന്നുള്ളതായ ചിന്ത. താഴത്തുള്ളവരെ അത് കണ്ടിട്ടില്ല, ഇത് പുറത്ത് പറയണ്ട, ആരും സമ്മതിച്ചു തരില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ തന്നെത്താനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നിരീശ്വരവാദികൾ ഒരിക്കലും സമ്മതിച്ചു തരില്ല. നമ്മൾ തർക്കത്തിനും പോണ്ട. നമ്മൾ വിശ്വസിച്ച് മുന്നേറുക. എന്തുകൊണ്ട്? അനുഭവിച്ച ഋഷീശ്വരന്മാരാണ് നമ്മളോട് പറയുന്നത്. അവരുടെ വാക്കിൽ വിശ്വസിക്കൂ. കണ്ടത് മാത്രമല്ല സത്യം, കാണാത്ത സത്യമുണ്ട്. വാസ്തവം പറഞ്ഞാലോ, കണ്ടതല്ല അസത്യം, കാണാത്തതാണ് സത്യം. രാഗസ്താവത് ജായദേഹി സ്വഭാവൽ. ഈ രാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ആ മൃഗങ്ങൾക്ക് അതിൻ്റെ കുട്ടികളോടുള്ള രാഗം സ്വാഭാവികമായിട്ടുണ്ടാവുന്നത്. അതിന് വലുതായ പ്രയത്നം വേണ്ട എന്നർത്ഥം.
സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്നും ഉണ്ടാവുന്നു. മോക്ഷോപായോ യത്നതസ്യാത് നവാസ്യാൽ, മോക്ഷത്തിനുള്ളതായ ഉപായം, മാർഗം, അത് യത്നത പ്രയത്നിച്ചാൽ സ്യാദ് ഉണ്ടായി എന്ന് വരാം, നവാസ്യാദ് ഉണ്ടായില്ല എന്നും വരാം. പല യോഗങ്ങളുണ്ട് ഇല്ലേ? കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, രാജയോഗം, ഹഠയോഗം, ഇതൊക്കെ ഉപായങ്ങളാണ്, മോക്ഷത്തിനുള്ള ഉപായങ്ങളാണ്. അത് പ്രയത്നിച്ചാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, എല്ലാവർക്കും കിട്ടുന്നുമില്ല. കിട്ടാത്തതിന് കാരണം മനസ്സേകാഗ്രമാകത്താണ്. അതവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഇപ്പം നമ്മൾ കടക്കണ്ട. അപ്പോൾ ഒരു വസ്തുവിൽ രാഗമുണ്ടാകുക എന്നുള്ളത് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ളതാണ്. എന്നാൽ മോക്ഷം നേടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതല്ല, അതിന് പ്രയത്നിക്കുക തന്നെ വേണം. പ്രയത്നിച്ചാൽ തന്നെ കിട്ടിയെന്നും വരാം, കിട്ടിയില്ലെന്നും വരാം. ഈ ഗോപികളെ സംബന്ധിച്ച് നോക്കുക, അവർക്ക് കാമസുഖം വേണം, ഈ ഉണ്ണിയുടെ അംഗസംഗം വേണം. ആ കാമസുഖത്തിന് വേണ്ടി അവരെ കൃഷ്ണനെ ഒരു കാന്തനായിട്ട് സങ്കല്പിച്ചു അല്ലേ? അവർക്ക് അനുരാഗമുണ്ടായി. അതേ സമയത്ത് അവർക്ക് മോക്ഷസുഖവും പ്രദാനം ചെയ്യുന്നു. എന്തുകൊണ്ട്? അവരുടെ കാന്തൻ കൃഷ്ണനായി തീർന്നു, ഈശ്വരനായി തീർന്നു. മോക്ഷസുഖത്തെ നൽകുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഏതൊരു പുരുഷനെ അവർ കാന്തനായി സങ്കല്പിച്ചുവോ ആ പുരുഷൻ ഈശ്വരനായതുകൊണ്ട് അവർക്ക് കാമസുഖവും കിട്ടി, മോക്ഷസുഖവും കിട്ടി. താസാം തു ഏകം തദ്വയം തദ്വയം, അത് രണ്ടും, കാമസുഖവും മോക്ഷസുഖവും, അതാണ് രണ്ടും. ഏകമാസിയിൽ ഒന്നിച്ച് കിട്ടി, ഒരേ ഒരു പുരുഷനിൽ നിന്ന് കിട്ടി, കൃഷ്ണനിൽ നിന്ന് കിട്ടി. കൃഷ്ണൻ അവരുടെ കാന്തനുമാണ്, അവരുടെ ഈശ്വരനുമാണ്. ഭാഗ്യം, ഭാഗ്യം. ഇതിൽ മീതെ എന്താ ഭാഗ്യം വേറെയുള്ളത്? സാധാരണഗതിയിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പരപുരുഷനെ കാക്ഷിക്കുന്നത് തെറ്റാണ്, ശാസ്ത്രവിരുദ്ധമാണ്. പക്ഷേ ഇവിടെ അവർക്കത് ദോഷം ചെയ്തില്ല. എന്തുകൊണ്ട്? ആ പരപുരുഷൻ ഈശ്വരൻ തന്നെയായി. വളരെ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ശ്ലോകമാണ്. ഇവരെ സംബന്ധിച്ച് അത് അവർക്ക് ദോഷം ചെയ്തില്ല. എന്തുകൊണ്ട്? അവരുടെ കാന്തൻ, കാമസുഖത്തിനെ കാക്ഷിച്ച് ഏതൊരുവനെ അവർ പ്രേമിച്ചുവോ ആ കാന്തൻ മോക്ഷസുഖത്തെ പ്രദാനം ചെയ്യുന്ന ഈശ്വരൻ തന്നെ ആയതുകൊണ്ട് രണ്ടു സുഖവും, കാമസുഖവും മോക്ഷസുഖവും രണ്ടും അവർക്ക് ഏകം, ഒരാളിൽ നിന്ന് തന്നെ അവർക്ക് ലഭിക്കാൻ സാധിച്ചു, ഒരേ സമയത്ത് ലഭിക്കാൻ സാധിച്ചു. ഭാഗ്യം, ഭാഗ്യം. പാഹിമാം മരുദേശ. ഹേ ഭഗവൻ, ഞാനും അതുപോലെ തന്നെയല്ലേ? അവരെ പോലെ തന്നെ ഞാനൊരു ഭക്തനല്ലേ? ആ ഭക്തനായിരിക്കുന്ന എന്നെയും അങ്ങ് അനുഗ്രഹിച്ചുകൂടെ? അങ്ങയുടെ ഭക്തകളാകുന്ന ആ ഗോപികളെ അങ്ങ് അനുഗ്രഹിച്ചു, അതുപോലെ ഞാനും ഒരു ഭക്തനാണ്, അതുകൊണ്ട് എന്നെയും അനുഗ്രഹിക്കണമേ എന്നുള്ളതായ പ്രാർത്ഥന. മാരുതേശ, നമ്മളെപ്പോഴും പറയാറുള്ള പോലെ മാരുതൻ വായുദേവൻ, വായുദേവനാൽ നിർമ്മിക്കപ്പെട്ട പുരത്തിൻ്റെ ഈശൻ ഗുരുവായൂരപ്പൻ. മാരുതൻ നമ്മുടെ ഉള്ളിലെ പ്രാണൻ, പ്രാണൻ ഇരിക്കുന്ന ഗൃഹത്തിൻ്റെ ഈശൻ ആത്മാവ്. ഗുരുവായൂരപ്പൻ നമ്മുടെ ആത്മാവ് തന്നെയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.